മാഷാ അല്ലാ, മാഷാ അല്ലാ. സമസ്ത 100-ാം വാർഷികം കഴിഞ്ഞു. സമസ്ത 100-ാം വാർഷികത്തിൽ നമ്മുടെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉസ്താദ് അവറുകൾ ശക്തമായിക്കൊണ്ട് സമസ്ത എടുത്ത തീരുമാനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴല്ല, പഴയ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ, സമസ്ത പഴയ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഉലമാക്കളെടുത്ത തീരുമാനം, അന്നത്തെ കള്ളന്മാരായ കള്ളത്വരീക്കത്തുകാർ അന്ന് വന്ന ഞാൻ ഔലിയയാണ്, ഞാൻ വലിയാണ്, എന്നെ അംഗീകരിക്കണം, ഞാൻ അങ്ങനത്തോനാണ്, അങ്ങനെ 10 മോതിരട്ട് കൊണ്ടുവന്ന് വലിയ ഒല്ലിയുമിട്ട് വന്നുകൊണ്ട് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെടുത്ത തീരുമാനം ഇൻഷാ അല്ലാഹ് അതൊന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് കയറി കിടക്കാം. ചോറ്റൂർ ത്വരീഖത്ത് വന്നു, കൊരൂർ ത്വരീഖത്ത് വന്നു, നൂരിഷാ ത്വരീഖത്ത് വന്നു, ഷംസിയ ത്വരീഖത്ത് വന്നു, ആലുവ ത്വരീഖത്ത് വന്നു, വേങ്ങാട് ഷെയ്ഖ് വന്നു. ഒരുപാട് വ്യാജസിദ്ധന്മാരും തെറ്റായ ത്വരീഖത്തുകൾ വന്നു. തെറ്റായ ത്വരീഖത്തുകൾ വരുമ്പോ, തെറ്റായ സിദ്ധന്മാർ വരുമ്പോ ആളുകൾ ആകർഷിക്കപ്പെടും. 10 വിരലുകളും മോതിരങ്ങൾ, പച്ച ഒല്ലി, നീണ്ട താടി, വലിയ തസ്ബീഹിന്റെ മാല, ഈ ജപവുമായി നടക്കുന്ന ഇത്തരം ആളുകൾ സത്യമാണോ അസത്യമാണോ തിരിച്ചറിയണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ആലിമ്യങ്ങൾക്ക് സാധിക്കൂ. ആലിമ്യങ്ങൾ അക്കാര്യം കൃത്യമായി ഭംഗിയായി നിർവഹിച്ചതിനെ തുടർന്ന് ഒരു ചോറ്റൂർ ത്വരീഖത്തുകാർ ആരെയും നമുക്കറിയില്ല, കൊരൂർ ത്വരീഖത്തുകാർ എവിടെ നമുക്കറിയില്ല, ഷംസിയ ത്വരീഖത്ത് എവിടെ നമുക്കറിയില്ല, നൂർഷാ ത്വരീഖത്തിന് ചെറിയ ശകലങ്ങൾ ബാക്കി നിൽക്കുന്നു, ആലുവ ത്വരീഖത്ത് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? എന്നിട്ട് ചോദിക്കോ സമസ്ത എന്താണ് ഇവിടെ ചെയ്തത് എന്ന്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന്റെ യഥാർത്ഥ മാർഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതിൽ മുസ്ലിം ജനസമൂഹത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിന യത്നം നടത്തി സമസ്ത ചെയ്തു. അത് സമസ്ത ചെയ്തത് അത് തന്നെയാണ്. സമസ്തയുടെ ലക്ഷ്യവും അതാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. സമസ്ത ലക്ഷ്യത്തിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കേട്ടല്ലോ, എല്ലാ കള്ളന്മാരായ കള്ള ഔലിയാക്കന്മാരെയും കള്ള സിദ്ധന്മാരെയും പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട് പഴയ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ. എല്ലാ ശംസിയ ത്വരീഖത്തുകാർ, നൂരിഷിയ ത്വരീഖത്തുകാർ, വേറെ എന്തെല്ലാം വണ്ടിയും വഴി വന്നോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഴയ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ, കൊണ്ടോട്ടി ഷിയ വന്നു, അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പഴയ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു കള്ളന്മാരായി വന്നവരാണ് കുരുവട്ടൂരികൾ. കുരുവട്ടൂരികൾ രംഗത്ത് വന്ന് അതിൻ്റെ ഒരു കൂലിപ്രഭാഷകനായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ് നമ്മൾ അളിയാക്ക അഥവാ പമ്പൈസ് മുസ്ലിയാർ. അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ്, നൗഷാദും. ഇങ്ങനെ ഈ പമ്പൈസ് ഈ വിഷയത്തെ ശക്തമായിക്കൊണ്ട് എതിർക്കുകയാണ്. സമസ്തയിലുള്ള പണ്ഡിതന്മാരെ അവരൊക്കെ പമ്പൈസ് പറയുന്നത് കേട്ടാലോ മടിയിലിട്ട് പേരിട്ടതാന്ന് തോന്നിപ്പോവും. പഴയ കാലഘട്ടത്തിലുള്ള ഓൻ്റെയൊക്കെ വാപ്പ ജനിക്കുന്നതിന്, വല്യാപ്പ ജനിക്കുന്നതിൻ്റെ മുമ്പ് ആലിമീങ്ങളെടുത്ത തീരുമാനത്തെ ഇവൻ കൊച്ചാക്കി പറയുന്നത് കേട്ടാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നോ 100-ാം വാർഷികത്തിന് പോയിക്കുക. കാസർഗോഡ് 100-ാം വാർഷികത്തിന് പോയിട്ടുണ്ടോനെ? എന്നിട്ട് 100-ാം വാർഷികത്തിന് പോയിട്ട് അവിടുത്തെ ആരെ ചങ്ങായിമാരെ ഇവനെ ഒന്ന് ആട്ടിത്തല്ലൻ്റെ ഓനവിടെ ചവിട്ടാൻ സമ്മതം കൊടുക്കാൻ പാടുണ്ടോ? കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓനാ പണ്ഡിതന്മാരെ, പൂർവികരായ സമസ്തയുടെ പണ്ഡിതന്മാരെ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനത്തിൽ ഒരുപാടുണ്ട്. ചോറ്റൂര്, അതുപോലെ കൊരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്ന തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. കേട്ടില്ല ഞങ്ങളിപ്പം പറഞ്ഞത്? ഈ മുഷാവറ അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതനായ ഇപ്പത്തെ പണ്ഡിതന്മാരല്ല കേട്ടോ, അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെടുത്ത ചോറ്റൂര്, അതുപോലെ തന്നെ നൂരിഷ്യ, അതുപോലെ തന്നെ ഷിയ, ഇതുപോലെ ഒരുപാട് സംഗതികൾ ഇവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ആ തീരുമാനം ശരിയല്ല, സമസ്തയുടെ ആ തീരുമാനം ശരിയല്ല.
എന്നിട്ട് ഈ എന്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, സമസ്തയുടെ 100ാം വാർഷികത്തിന് ചെന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയാം, അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ AP സമസ്തക്കാരെ മൂടുതാഞ്ഞായിട്ട് വേറെ പറയാൻ ഇറങ്ങിക്കണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആ കളി മശായത്തന്മാരെ മക്കളോട് വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു. അതേ വാദം ജിഫ്രീത്ത് കോയ തങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ എതിർത്തു. അതേ വാദം നജീബ് മൗലവി പറഞ്ഞപ്പോ അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു. ഞങ്ങൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ്, ജിഫ്രീത്ത് തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ചുക്കുമല്ല. അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് മാശായിഖന്മാരുടെ വിഷയത്തിലേക്ക് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി, നിങ്ങളെ മീനുള്ള ശജറിയും മറ്റേ കളിയല്ല. ഇതാൻ കുട്ടികളോട് കളിച്ചാൽ ഈ തങ്ങളെ തിരിച്ചു കഴിയും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതിനെ മനസ്സിലുണ്ട് വെച്ചേക്ക്. വീട്ടിലങ്ങൾ കുഞ്ഞാമ പറയണത്, പേരോടും കണക്കാണ്, ജിഫിരിത്തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണ് ഞങ്ങൾക്ക്. ഇത് രസമുണ്ട്. ഇവൻ്റെ ഉസ്താദുണ്ട്, ഇവനെ 14 വയസ്സായപ്പോൾ പഠിപ്പിക്കൽ തുടങ്ങിയ കാസിം മന്നാനി, വളപുരത്താണ് മൂപ്പര ദർസുള്ളത്. വളപുരത്തു നിന്നാണ് ഈ മൊയ്ത് പിന്നെ കോളേജിലൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ അയാൾ, ആ ഉസ്താദ് ഇത് കേട്ട് ചിരിച്ച് അയാൾക്ക് ശ്വാസം കിട്ടാതെ ഉണ്ടാവും. ഇപ്പം പറയാണല്ലോ, പേരോടും കണക്കാണ്, ജിഫിരിത്തങ്ങളും കണക്കാണ്, നജീബ് മൗലവിയും കണക്കാണെന്നൊക്കെ പറയുമ്പോൾ ആ സാധുത കേട്ടുകാണ്ട് ചിരിച്ച് ചിറിൻ്റെ നരമ്പ് പൊട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ, ഇവ ഓദീന കാലത്തെ ഇവനൊന്നും തിരിയാത്തവനാ. ഓരോ ലക്കിങ് നല്ല ഒച്ചയായിരുന്നു, ഭയങ്കര ഒച്ചയും വിളിയുള്ളവനാ. ആ ഒച്ചയും വിളിക്കനുസരിച്ചിട്ട് ഇവനെ പ്രസംഗത്തിന് പോവും, കുറേ വാക്കുകൾ എഴുതിണ്ടാക്കിയാണ്ട് പ്രഭാഷണത്തിന് പോവും. അതല്ലാതെ എൻ്റെ അടുത്തൊരു ഇലക്കിയില്ല. അത് കാസിം മന്നാനിക്ക് അറിയാലോ. എന്നിട്ട് കാസിം മന്നാനി ഇപ്പം ഇങ്ങനെ കേട്ട് ചിരിച്ചാണ്. കാരണം എന്താ, ഇപ്പം ആരെ വെല്ലുവിളിച്ചെന്നറിയോ, ജിഫിരി തങ്ങളെ. ലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്നെ പിന്നിലുള്ള ആ ഒരു ജിഫിരി തങ്ങളെ ഇപ്പം വെല്ലുവിളിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്നിലുള്ള പേരോടുസ്താദിനെ വെല്ലുവിളിക്കുന്നത്, ലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്നിലുള്ള നജീബ് മൗലവിയെ വെല്ലുവിളിക്കുന്നത് ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാ. സംഘടനകൾ വ്യത്യാസം ഉണ്ടാവും. ആ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാ ഇവരെയാണ് ഇവൻ വെല്ലുവിളിക്കുന്നത്. ഇപ്പം വെല്ലുവിളിക്കണത് കേട്ടപ്പോൾ അല്ലോ ആർക്ക് വേണ്ടിയിട്ട്, ഈ കോമാടൻ ഔലക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായതിനു ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം കാര്യങ്ങൾ കേട്ടോളിട്ടോ. സമസ്ത രൂപീകരിച്ചതിന് ശേഷം സമസ്തക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നാ പറഞ്ഞത് ഇവന്. ഈ ഹൈവാൻ പറയണതേ സമസ്തക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്നിട്ടോ 100ാം വാർഷികത്തിന് കാസർഗോഡ് പോയി കണ്ട ഓനെ അംഗീകരിച്ച ഓരെ കാല് അടിച്ച ആട്ടിൻ്റെ ഓനെ അവിടുന്ന്. മണ്ണാർക്കാട് 4ാം വാർഷിക സമ്മേളനത്തിന് 4ാം പ്രമേയമാണ്. മറച്ചു വെക്കാനില്ല, എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. എനിക്ക് കോമാടനും എനക്കും എൻ്റെ നൗഷാദിനും കുഞ്ഞേമീനും ബോധ്യപ്പെട്ടിട്ടുള്ളൂ. ലോക പണ്ഡിതന്മാർക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല സമസ്തക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ആ വിഷയത്തിൽ സമസ്തക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരാൾക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അനക്കും എൻ്റെ കുഞ്ഞേമീനും പിന്നെ നൗഷാദിനും കോമാടനും. മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഇശാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം. ചങ്ങായെ, സമസ്ത ശരിയല്ലാത്തതിന് ശരിയല്ല എന്ന് പറയും. അന്നത്തെ ആലിമീങ്ങൾ, സൂഫിയാക്കൾ, അത്രയും ആബിദീങ്ങൾ അവരെടുത്ത തീരുമാനം തന്നെ ശരിയല്ല. ആ ശരിയല്ല എന്നുള്ള വിഷയത്തിനാണ് ഇത് ശരിയല്ല എന്നുള്ളത്. എൻ്റെ അവസ്ഥ ചിന്തിച്ചൊക്കെ എന്നിട്ടിപ്പോൾ നിൽക്കണോക്കാണ്, എവിടെ നോക്കാണ്, സമസ്ത 100ാം വാർഷികത്തിന് പോയിക്കുക. ഏതൊരു മൂലയിലെടുത്ത് ഏതൊരു ചെങ്ങായിമാർ അവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ ചെങ്ങായിമാർ അവനെ ഒരിക്കലും കോത്തുപിടിച്ചരുത്, ഒരിക്കലും അവനെ അംഗീകരിക്കാൻ പാടില്ലായിരുന്നു. അവിടുന്ന് അവനെ ചാവൂട്ടാൻ അയക്കരുത്, ആട്ടിവിടണം അവനെ വേണ്ട. ഈ സമസ്തയിലുള്ള പൂർവികരായ പണ്ഡിതന്മാരെ ഇത്രമാത്രം മൊല്ലാക്കമാരി എന്ന് വരെ പറഞ്ഞോനെ. കേട്ടോക്കെ ഇനി അടുത്ത് 100 കൊല്ലം മുമ്പ് ശരീഅത്തിന്റെ ഉലമാ എടുത്ത തീരുമാനം അത് വലിയ പഴക്കമുള്ള വലിയൊരു അസംബന്ധമാണ്. ആ 100 വർഷം പഴക്കമുള്ള സമസ്ത എടുത്ത ആ തീരുമാനം വലിയ അസംബന്ധമാണ്. എൻ്റെ തൊള്ളയിട്ട് അങ്ങനെ പറയാൻ കഴിയുന്നില്ല പൊന്നാരം കുഞ്ഞേമേജ്. 100 കൊല്ലം പഴക്കണ്ട്, 95 കൊല്ലം പഴക്കണ്ട് എന്ന് പറഞ്ഞ് 1930 എടുത്ത തീരുമാന സമസ്തയുടെ കൊണ്ടോട്ടി മശായിഖന്മാർക്കെതിരെ കാലപ്പഴക്കമുള്ളൊരു കളവ് എന്ന് പറയാം. കാലപ്പഴക്കമുള്ളൊരു കളവ് എന്നതിനെ പറ്റി പറയാം. എൻ്റെ സുഹൃത്തുക്കളെ,
ഈ കുഞ്ഞാമതും ഈ നൗഷാദും ഈ പമ്പൈസും പ്രസംഗിക്കുന്ന സ്റ്റേജിൽ തലി കെട്ടിക്കാണ്ട് പോയിരിക്കുന്ന മൊയന്തുകളോടെ എനിക്ക് പറയാനുള്ളത്. അവരാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാർ. ഇതുപോലത്തെ ആളുകൾ, ഇവർക്കോ പിശാചിൻ്റെ സഹായം, ശൈത്താൻ്റെ സഹായം കൊണ്ട് ചെയ്യുന്ന ആളുകൾ, ഇവർ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ സ്റ്റേജിലൊക്കെ മുന്നിൽ പോയി കുത്തിരിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ? ഉളുപ്പുണ്ടോ? കാലപ്പഴക്കം ചെന്ന ഒരു കളവ് എന്നതിനെപ്പറ്റി പറയാം. ആലിമീങ്ങളെ പറ്റിയിട്ട്, സൂഫിയാക്കന്മാരെ പറ്റിയിട്ടായി പറയണത്. എന്താണ് ഇതൊക്കെ സംഗതി? അത്രേ പറയാൻ പറ്റുള്ളൂ. അത്രേ പറയാൻ പറ്റുള്ളൂ. കാലപ്പഴക്കമുള്ളൊരു കളവ് എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇവൻ്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോഴാണ് നമ്മളെ കൊമ്പങ്ങാട് കോയും കുഞ്ഞാപ്പൂൻ്റെ ഒരു കഥ ഉണ്ടല്ലോ, അല്ല ഓരിങ്ങനെ യൂട്യൂബിൽ കൂടി കാണാമല്ലോ, ഓലൊരു രസം. കുഞ്ഞാപ്പ് ഒരു പുട്ടി ഇടുന്ന കഥ, ചേറ്റപ്പുട്ടുണ്ടാക്കുന്ന ഒരു കഥ കണ്ടത്. അതും ഈ കുഞ്ഞാമതും ഒരേ മാതിരിയാണ്. ശരിക്കും കുഞ്ഞാമീനും പമ്പേശീനും അതുവരെ നടന്നാൽ മതി. നോക്കുകയാണെങ്കിൽ അത് നോക്കിയെങ്കിൽ കുഞ്ഞാപ്പ് പുട്ടി ഇടണമെന്ന് കാണുക. എന്നാൽ നിങ്ങൾക്ക് തോന്നിപ്പോവും ഏറ്റവും നല്ലത് ഈ പുട്ടി ഇടുന്ന നല്ലത്. നല്ലൊരു കുട്ടി ഞാൻ, ചക്കര പുട്ട്, തേങ്ങാ പുട്ട്, കോയന്റെ തലയിൽ നല്ലൊരു കുട്ടി, കൊമ്പങ്കാട്ടിൽ നല്ലൊരു കുട്ടി ഞാനാണ്. യൂട്യൂബ് ഇങ്ങനെ മറിച്ചപ്പോൾ ഇത് കണ്ടപ്പോഴേ, യൂട്യൂബിൽ കയറിയാണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാ വിഷയങ്ങളും വരും. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ കുഞ്ഞാമീൻ ഓർത്ത്. കുഞ്ഞാമീനും പമ്പേസിനും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുക നല്ലത്. വെറുതെ എന്തിനാണെന്ന് ഈ തലി കെട്ടിയാണ്ട് ആലിമീങ്ങളെ പറയിപ്പിക്കണം. വലിയ വലിയ മൂല്യമാരെ നോക്കിയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ട് പറയണതേ. ഇപ്പോൾ സമസ്തൻ്റെ പൂർവികരായ ആലിമീങ്ങളെ ഇക്കോലത്തിൽ തെറി പറഞ്ഞുകാണ്ട് ഇക്കോലത്തിൽ അവരെ താഴ്ത്തി കെട്ടിക്കാണ്ട് എന്നിട്ടാണ് ഈ പമ്പൈസ് 100ാം വാർഷികത്തിന് കാസർഗോഡ് പോയിക്കണത്. എന്നിട്ട് ഓൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വാളാകാൻ വേണ്ടിയിട്ട് എൻ്റെ കാലി എവിടെ കുത്തിയോ അവിടെ നശിച്ചു. പട്ടിക്കാട് ചെന്നു, നദുവിൻ്റെ അടുത്ത് ചെന്നു, പാണക്കാട് ചെന്നു, ഇങ്ങനെ പലയിടത്തും ചെന്നു. ഇപ്പം ഇനി 100ാം വാർഷികത്തിനും ചെന്നു. അവിടെ ആയിട്ട് നല്ല രൂപത്തിൽ കൊണ്ടെടുക്കായിരുന്നു. അവിടെ ചെന്നിട്ട് എൻ്റെ കാല് കുത്തി. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അല്ലാഹു അഅലം. അതുകൊണ്ടല്ലേ സമസ്തന്റെ പ്രമേയം ഇപ്പം പൊളിയണത്. സമസ്തൻ്റെ പ്രമേയം ഇപ്പം പൊളിയണത്. സമസ്തൻ്റെ പ്രമേയം പൊളിയാത്തരെ. ചില ആൾ സമസ്തന്റെ പ്രമേയം പൊളിയാൻ എന്താ ഇതിന് പ്രശ്നം? വളരെ സിമ്പിളായിട്ട് എന്താ ഇതിന് പ്രശ്നം? സമസ്തൻ്റെ പ്രമേയം പൊളിയണീന് എന്താ ഇപ്പം പ്രശ്നം? 40 മല്ലാക്കന്മാർ കൂടി അവിടെ എന്തെങ്കിലും വെക്കൂലേ? കേട്ടില്ല നിങ്ങൾ? 40 മൊല്ലാക്കന്മാർ കൂടിയാൽ ഇവിടെ പേക്കൂലേ? ആലിമീങ്ങളെ കൊച്ചാക്കുക. ഇതൊക്കെ നാടന്മാരായിട്ടുള്ള ആളുകൾ കേൾക്കുമ്പോൾ എത്ര വിഷമമുണ്ടാവും അവർക്ക്. അവരൊക്കെ ആലിമീങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നവരാ. ഇത് തലി കെട്ടിക്കാണ്ടാണ് ഈ വാക്ക് പറയുന്നത്. എന്നിട്ടോ എന്ത് ചെയ്യുക? സമസ്തൻ്റെ 100ാം വാർഷികത്തിന് പോവുകയും ചെയ്തിക്കുക. എന്നിട്ട് സമസ്തൻ്റെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഫസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവരാ. കാരണം എങ്ങനെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ക്ലച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൽക്കൊക്കെ മനസ്സിലാക്കണേ കയ്യെ അടുപ്പിച്ചൂല തന്നെ. പക്ഷേ ഇത് അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു. എന്നെ ആട്ടി അടിച്ചണ്ടീനോടുന്ന് അടിച്ചണ്ടിരുന്നു. എന്നെ അവിടെ ആ ഭൂമിക്ക് ചവിട്ടാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഓൽക്ക് മനസ്സിലാകയിട്ട ഇനി എന്നേറ്റ് കെട്ടിമറിയാനാവില്ല എന്നതുകൊണ്ട് എന്താണെന്നറിയില്ല. കാരണം സമസ്തൻ്റെ 40 മൊല്ലാക്കന്മാർ ആലിമീങ്ങളെ പറ്റിയിട്ടേ ഈ ഇത്തരം ഒരു വൃത്തികെട്ടവൻ ഈ ടീമല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ കുരുവട്ടൂരികളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഈ അടുത്ത കാലത്തൊന്നും കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല ഇവരുടെ മാതിരി വൃത്തികെട്ടവന്മാർ.